ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക വാവിനെടുത്ത വീഡിയോയാണ്. ഞാനന്ന് വാവിൻ്റെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അത് ടൈം കിട്ടിയില്ല. പിന്നെ അനിയത്തിയും ഹസ്ബൻഡും മക്കളും മോനും ഒക്കെ വന്നതായതുകൊണ്ട് ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഈ ഡ്രാഫ്റ്റിലിട്ടേക്കുമായിരുന്നു, അതിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്. പിന്നെ കർക്കിടക വാവിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് 3-ാം തീയതിയാണോ 4-ാം തീയതിയാണോ ബലി എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ കറുത്ത വാവ് 3-ാം തീയതിയാണ്. കറുത്ത വാവ് വന്നിട്ട് 4-ാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത്. പക്ഷേ കലണ്ടറിൽ കൊടുത്തേക്കുന്നത് കർക്കിടക വാവ് ശനിയാഴ്ച ദിവസം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ വെള്ളിയാഴ്ച ദിവസം ഒരിക്കലെടുത്തു. എന്ത് തന്നെ ആയാലും കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ അത് കണക്കാക്കി ബലിയിടാമെന്ന് കരുതിയിട്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസം ഒരിക്കലെടുത്തിട്ട് ശനിയാഴ്ച ബലിയിടാമെന്ന് കരുതി ഒരിക്കലെടുത്തു. എന്നിട്ടും മനസ്സിൽ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. ഇങ്ങനെ 2 ദിവസം പറയുന്നത് കൊണ്ട് എന്നിടണം, എന്തായാലും ഒരിക്കലെടുത്ത് പോയില്ലേ വെള്ളിയാഴ്ച ദിവസം, പിന്നെ ഇനി ഒരു ദിവസം കൂടെ ഒരിക്കൽ നോക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മനസ്സിലൊരിതുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ശനിയാഴ്ച തന്നെ ഇടാമെന്ന് കരുതിയിട്ട് തീരുമാനിച്ചു. എന്നാലും കാണുന്നവരോടത്തൊക്കെ ചോദിക്കുമ്പോൾ അവരെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ കറുത്ത വാവ് വരുന്നത് ഞായറാഴ്ചയാണ്, അപ്പോൾ അന്ന് തന്നെ ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും കാര്യമാക്കിയില്ല. എന്തായാലും ഒരിക്കലെടുത്ത് പോയില്ലേ, അപ്പോൾ പിന്നെ ഇനി എന്തായാലും ശനിയാഴ്ച ഇടാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ദൂരോട്ടൊന്നും പോയില്ല. വീടിനടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ആറ്റിൽ ഇടാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഞാനും ചേട്ടനും കൂടെ വന്നു. മഴയായിരുന്നു, എന്നാലും രാവിലെ വന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നു ബലിയിട്ടു. പിന്നെ കുളിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ പിന്നെ ഇനി ആറ്റിൽ ബലിയിട്ടതിന് ശേഷം മുങ്ങി കുളിക്കണമെന്ന് ഉണ്ട്. പിന്നെ ചിലർ കുളിക്കും, ചിലർ കുളിക്കാറില്ല. പുരുഷന്മാരൊക്കെ ആണെങ്കിൽ കുളിക്കും. സ്ത്രീകൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കുളിക്കാറില്ല. പിന്നെ ഞാനും കുളിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ പേടിയുണ്ടെന്ന്, ഇവിടെ ആറ്റിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടെ മണ്ണ് നിറച്ച് ചാക്കൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു പേടിയുണ്ട്, എങ്ങാനും വഴുതി എന്നൊക്കെ പേടിയുണ്ട്. കാരണം സ്ലിപ്പാവുന്നുണ്ട് നന്നായിട്ട്, ചാക്കും ഒക്കെ ആയതുകൊണ്ട്. അങ്ങനെ പിടിച്ച് ഇറങ്ങി. ചെറുതായിട്ട് മഴ ചാറുന്നുമുണ്ട്. അങ്ങനെ പിന്നെ പരിചയത്തുള്ളൊരു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അതിവിടെ ഞാൻ ബലിയിടാൻ വന്നതിന് ശേഷമാണ് ആ ചേച്ചി വന്നത്. അങ്ങനെ പരിചയമുള്ളത് കൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കൂടുതലും പുരുഷന്മാരല്ലേ. അങ്ങനെ പിന്നെ ഞാൻ ബലിയിട്ടിട്ട് ആറ്റിൽ കൊണ്ട് ചോറെല്ലാം ഒഴുക്കിയതിന് ശേഷം വെള്ളം കോരി കുടഞ്ഞിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും ആ ചേച്ചി കുളിക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ ഇതുപോലെ ഞാൻ ചോദിച്ചു, കുളിച്ചിട്ടാണോ കയറേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ, 3 വട്ടം വെള്ളത്തിൽ മുങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചേട്ടനെ വിളിച്ചപ്പോഴത്തേക്കും വന്നില്ല. പിന്നെ ആ ചേച്ചിയുടെ കൈ പിടിച്ച് 3 തവണ മുങ്ങി. കാരണമെന്ന് വെച്ചാൽ മൊത്തത്തിൽ നല്ല വഴുക്കലുണ്ട്. അതും പോയിട്ട് ആറ്റിൽ നല്ല വെള്ളവുമാണ്. അങ്ങനെ പേടി ഞാൻ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ആ ചേച്ചി നിൽക്കുന്നതിൻ്റെ അത്ര ഒപ്പത്തിനൊന്നും നിൽക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ചേച്ചിയുടെ കൈ പിടിച്ച് ഒരുവിധം 3 തവണ മുങ്ങി എന്നേ ഉള്ളൂ. അങ്ങനെ മുങ്ങി ബലിയൊക്കെ ഇട്ടു സന്തോഷത്തോടെ. എനിക്ക് ഈ കുളം, ആറെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചത് കുളത്തിൽ വീണിട്ടാണ്. അതിന് മുമ്പ് വരെയൊക്കെ കുളത്തിലൊക്കെ പോയി കുളിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല, കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാലും അതിനുശേഷം എനിക്ക് ഈ കുളം, ആറെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ്. അങ്ങോട്ട് തന്നെ പോവാറേ ഇല്ല. അങ്ങനെ ഞാനവിടെ നിൽക്കുന്നെങ്കിലും എൻ്റെ മനസ്സിൽ പല പല ചിന്തകളാണ്. ഇങ്ങനെ കാല് സ്ലിപ്പായി പോകും. പിന്നെ ആ ചേച്ചി പിടിച്ച് ഒരുവിധം കര കയറ്റി വിട്ടു, എന്നാലും സ്ലിപ്പായി വീഴാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് അനിയത്തിയും മോനും ഹസ്ബൻഡും ഒക്കെ വന്നിട്ട് പിന്നെ ഞാൻ ബലിയിട്ടിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ആഹാരമൊക്കെ ഉണ്ടാക്കി. കാരണം സദ്യ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ പിന്നെ കാക്കയ്ക്ക് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ അനിയത്തിയൊക്കെ വരുന്നതുകൊണ്ട് സദ്യ ഉണ്ടാക്കി. പിന്നെ അവൾ പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട്
സദ്യ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാം വിളമ്പി കഴിച്ചു. പിന്നെ അനിയത്തി വന്നത് ഒരു ദിവസം നിന്നിട്ടൊക്കെ പോവാമെന്ന് കരുതിയിട്ടാണ് വന്നത്. അങ്ങനെ പിന്നെ ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ പിന്നെ ബലിയൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച പോവാമെന്ന് കരുതിയിട്ട് വന്നു. അങ്ങനെ പിന്നെ ആ ഒരു വലിയൊരു സന്തോഷമാണ്. കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ അനിയത്തിയൊക്കെ വന്ന് നിൽക്കുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. ഇത് അനിയത്തിയുടെ മോനാണ്. അവൻ കണ്ണകിക്ക് ചോറ് വാരി കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവൻ പപ്പടവും കൊടുത്തു. പപ്പടം കൊടുത്തിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചില്ല. അങ്ങനെ അമ്മൂമ്മയുടെ കയ്യിൽ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്, അമ്മൂമ്മ കൊടുക്കാനായിട്ട്. പിന്നെ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചക്ക എടുത്തു. അനിയത്തിക്ക് ചക്കയും കാന്താരി മുളകും ഒക്കെ വെച്ചിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചക്ക പുഴുങ്ങി കട്ടനും പിന്നെ കാന്താരി മുളക് ചമ്മന്തിയും ഒക്കെ വെച്ച് കഴിച്ചു. നല്ല എരിവുണ്ടെങ്കിലും പിള്ളേർ 3 പേരും നന്നായിട്ട് ചക്കയും കഴിച്ചു, മുളകും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ സന്തോഷത്തോടെ കടന്നുപോയി. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എപ്പോഴും പറയും, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.